Hello everyone, welcome back to our channel Educalaria. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ 15 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനുമായിട്ടാണ്. നമ്മളങ്ങനെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കും, അതിൽ 4 ഓപ്ഷൻസുകളും ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഒരു 15 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യും, ഒരു സമ്മറി കിട്ടും. നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളിത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനിലെ 15 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ, പൊസിഷൻ ഓഫ് 2 sets of teeth, milk teeth and permanent teeth is characterized by the dentition called diffeodont. Option B, adult human have heterodont dentition. Option C, permanent or adult teeth are deciduous teeth. Option D, each tooth embedded in a socket of jawbone is characterized by the dentition called thecodont. അപ്പോൾ നമുക്ക് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് നോക്കേണ്ടത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസുകൾ ഒന്നുകൂടെ നോക്കാം. ഓപ്ഷൻ എയിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പൊസിഷൻ ഓഫ് 2 sets of teeth, milk teeth and permanent teeth is characterized by the dentition called diffeodont. അത് കറക്റ്റാണ്. നമുക്ക് ഒരു ലൈഫ് ടൈമിൽ 2 സെറ്റ് ഓഫ് ടീത്തുകൾ ഉണ്ടായിരിക്കും. ടെമ്പററി ആയിട്ടുള്ള ഒരു മിൽക്ക് ടീത്തും പെർമനൻ്റ് ആയിട്ടുള്ള ടീത്തും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മളോട് ഇത്തരത്തിൽ കാണുന്ന ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ടീത്ത് നമുക്ക് ഒരു ലൈഫ് ടൈമിൽ കാണുമ്പോൾ ആ ഒരു ഡെൻറ്റീഷനെയാണ് നമ്മൾ ഡിഫിയോഡോണ്ട് ഡെൻറ്റീഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് കറക്റ്റ്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ, അഡൾട്ട് ഹ്യൂമൻ ഹാവ് ഹെറ്ററോഡോണ്ട് ഡെൻറ്റീഷൻ. നമുക്ക് 4 ടൈപ്പ് ഓഫ് ടീത്തുകളുണ്ട്. ഇൻസിസേഴ്സ്, കാനൈൻ, പ്രീമോളാസ് ആൻഡ് മോളാസ്. അങ്ങനെ 4 ടൈപ്പായിട്ട് ടീത്ത് കാണുന്നതിനെ നമ്മൾ ഹെറ്ററോഡോണ്ട് ഡെൻറ്റീഷൻ എന്ന് പറയും. അതും കറക്റ്റാണ്. ഓപ്ഷൻ സി, പെർമനൻ്റ് ഓർ അഡൽട്ട് ടീത്ത് ആർ ഡെസിഡ്വസ് ടീത്ത്. എന്താണ് ഡെസിഡ്വസ് ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കൊഴിഞ്ഞു പോകുന്ന ടീത്തിനെയാണ് നമ്മൾ ഡെസിഡ്വസ് ടീത്ത് എന്ന് പറയുന്നത്. പക്ഷേ പെർമനൻ്റ് ആയിട്ടുള്ള അഡൽട്ട് ടീത്ത് ആണോ ഡെസിഡ്വസ്? അല്ല, ടെമ്പററി ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന മിൽക്ക് ടീത്തുകളാണ് ഡെസിഡ്വസ് ടീത്ത്. അപ്പോൾ നമുക്ക് റോങ് ആയിട്ട് തന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ആൻഡ് 4ാമത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് ഈച്ച് ടൂത്ത് എംബഡഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ജോബോൺ ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡെൻറ്റിഷൻ കാൾഡ് തീക്കോഡോൺ. അത് കറക്റ്റാണ്. നമ്മുടെ ഓരോ ടൂത്തും ജോബോണിൽ എംബഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആ സോക്കറ്റിൽ, ജോബോണിൽ സോക്കറ്റിൽ എംബഡഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അത്തരത്തിലുള്ള ഡെൻറ്റീഷനെ നമ്മൾ തീക്കോഡോണ്ട് ഡെൻറ്റീഷൻ എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ റോങ് ആയിട്ട് തന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The human tongue is attached to the floor of the oral cavity by a small fold of tissue called option A, frenulum, option B, papillae, option C, buds, option D, epiglottis. അപ്പോൾ നമ്മളുടെ ടങ്ക് ഓറൽ ക്യാവിറ്റിയുടെ ഫ്ലോറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ സ്മോൾ ഫോൾഡ് ഓഫ് ടിഷ്യൂവിനെ നമ്മൾ എന്താ പറയുന്നത്? ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഫ്രെന്യൂലം. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഫ്രെന്യൂലമാണ്. താഴെ നമ്മൾക്ക് അതുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് പാപ്പില്ലേ എന്നുള്ളത്. എന്താണ് പാപ്പില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടങ്കിൻ്റെ അപ്പർ സർഫസിൽ ഒരുപാട് സ്മോൾ പ്രൊജക്ഷൻസ് ഉണ്ട്. ആ സ്മോൾ പ്രൊജക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പാപ്പില്ലേ എന്നുള്ളത്. അതിൻ്റെ പ്രത്യേകത, ചില പാപ്പില്ലേ ബിയർ ടേസ്റ്റ് ബഡ്സ്, സം പാപ്പില്ലേ ബിയർ ടേസ്റ്റ് ബഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടങ്കിനെ ഓറൽ ക്യാവിറ്റിയുടെ ഫ്ലോറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള തിൻ ഫോൾഡ് ഓഫ് ടിഷ്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രെന്യൂലം. അതുപോലെ തന്നെ നമ്മളുടെ ടങ്കിൻ്റെ അപ്പർ സർഫസിൽ കാണുന്ന സ്മോൾ പ്രൊജക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പാപ്പില്ലേ. അതിൻ്റെ പ്രത്യേകത, സം പാപ്പില്ലേ ബിയർ ടേസ്റ്റ് ബഡ്സ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? Pharynx serves as a common passage for. Pharynx serves as a common passage for option A, pancreatic and bile juice, option B, air and food, option C, only air, option D, only food. അപ്പോൾ എന്താണ് ഫാരിങ്സിൻ്റെ പ്രത്യേകത? നമ്മുടെ ഓറൽ ക്യാവിറ്റി ലീഡ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഇറ്റ്സ് എ സ്മോൾ ഫാരിങ്സ്. നമ്മുടെ ഫാരിങ്സിലോട്ടാണ് ഓറൽ ക്യാവിറ്റി ലീഡ് ചെയ്യുന്നത്. ഈ ഫാരിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈസോഫാഗസും നമ്മുടെ ട്രക്കിയ, വിൻഡ് പൈപ്പായിട്ടുള്ള ട്രക്കിയയും ഓപ്പൺ ചെയ്യുന്നത് ഫാരിങ്സിലോട്ടാണ്.
അപ്പോൾ ഈസോഫാഗസിലോട്ടും ട്രക്കിയയിലോട്ടും പോകേണ്ട ആളുകളുടെ കോമൺ പാസേജ് ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഫാരിങ്സ് ആക്ട് ചെയ്യുന്നത്. ഈസോഫാഗസിലോട്ടുള്ള ഫുഡും നമ്മുടെ ട്രക്കിയയിലോട്ടുള്ള എയറും ഇവരെ രണ്ടുപേരുടെയും കോമൺ പാസേജ് ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഫാരിങ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഫാരിങ്സ് serves as a common passage for answer is option B, air and food. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അപ്പോൾ രണ്ട് പേരുടെ പാസേജിനും സഹായിക്കുന്നതാണ് ഫാരിങ്സ്. ഈസോഫാഗസും അതുപോലെ ട്രക്കിയയും അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ഫുഡ് ട്രക്കിയയിലോട്ട് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രക്കിയ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം ഫുഡ് കഴിക്കുമ്പോൾ. സോ ഓപ്പണിംഗ് ഓഫ് ദ ട്രക്കിയനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോട്ടിസ്. ട്രക്കിയയുടെ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു തിൻ ഫ്ലാപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ എന്ത് ചെയ്യും? ഈ ഗ്ലോട്ടിസിനെ ക്ലോസ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ്. ആ തിൻ ഫ്ലാപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ് എന്നുള്ളത്. അപ്പോൾ ഫുഡ് എന്ത് ചെയ്യണം? ട്രക്കിയയിലോട്ട് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു തിൻ ഫ്ലാപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് തിൻ ഫ്ലാപ്പ് കാൾഡ് എപ്പിഗ്ലോട്ടിസ്. ഒരു തിൻ ഫ്ലാപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പിഗ്ലോട്ടിസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് വിൽ പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ഗ്ലോട്ടിസ് വിച്ച് ഇസ് നോൺ ആസ് ദ ഓപ്പണിംഗ് ഓഫ് വിൻഡ് പൈപ്പ്, ദാറ്റ് ഇസ് അവർ ട്രക്കിയ. ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫാരിങ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുക? ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ്? അപ്പോൾ ഇങ്ങനെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ 4 ഓപ്ഷൻസുകളും എന്ത് ചെയ്യണം? വായിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആൻസർ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ചിലപ്പോൾ എന്ത് ചെയ്യാം? റോങ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്, അതാണ് കറക്റ്റ് എന്ന് വിചാരിച്ച് നമ്മൾ മാർക്ക് ചെയ്യും. ചിലപ്പോൾ ഓപ്ഷൻ ബിയും അവർ റോങ് ആയിട്ട് തന്നിട്ട് ഓപ്ഷൻ ഡിയിൽ ബോത്ത് എ ആൻഡ് സി അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ബോത്ത് എ ആൻഡ് ബി അങ്ങനെ ഓപ്ഷൻസ് വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 4 ഓപ്ഷൻസും ക്ലിയർ ആയി വായിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആൻസർ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ്? ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ, ഡുവഡിനം ഇസ് യു ഷേപ്ഡ്. Jejunum is a long coiled middle portion. Option C, ileum is less coiled. And option D, both A and C. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടുകളാണ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത്? ഡുവഡിനം ഇസ് യു ഷേപ്ഡ്. അത് കറക്റ്റ് ആണോ? അല്ല. ഡുവഡിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സി ഷേപ്ഡ്. ഡുവഡിനം ഇസ് സി ഷേപ്ഡ് ആണ് ഡുവഡിനം. ആൻഡ് ഓപ്ഷൻ ബി, ജജുനം ഇസ് ലോങ് കോയിൽഡ് മിഡിൽ പോർഷൻ. അത് കറക്റ്റാണ്. ജജുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് കോയിൽഡ് ആയിട്ടുള്ള മിഡിൽ പോർഷൻ ആണ്. ഓപ്ഷൻ സി, ഇലിയം ഇസ് ലെസ് കോയിൽഡ്. അത് റോങ് ആണ്. ഇലിയം ഇസ് ഹൈലി കോയിൽഡ്. ഇലിയം എന്താണ്? ഇലിയം ഇസ് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള പാർട്ടാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഹൈലി കോയിൽഡ് പാർട്ടാണ് ഇലിയം എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി റോങ് ആണ്. ഇലിയം ഇസ് ലെസ് കോയിൽഡ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് സി. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? നമുക്ക് തന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും റോങ് ആണ്. നമ്മളോട് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഇൻകറക്റ്റ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ബോത്ത് എ ആൻഡ് സി. ഡുവഡിനം ഇസ് യു ഷേപ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഇസ് സി ഷേപ്ഡ് ആണ്. ജജുനം ലോങ് കോയിൽഡ് ആയിട്ടുള്ള പോർഷൻ ആണ്, മിഡിൽ പോർഷൻ ആണ്. ഇലിയം ഇസ് ലെസ് കോയിൽഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഇസ് റോങ്. ഇലിയം ഇസ് ഹൈലി കോയിൽഡ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ആൻഡ് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് സി. അപ്പോൾ നമുക്ക് റോങ് ആയിട്ട് തന്നിട്ടുള്ളത് ബോത്ത് എ ആൻഡ് സി. എയും സിയും അവർ റോങ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലെയർ ഫോംസ് ദ ക്രിബ്സ് ഇൻ ബിറ്റ്വീൻ ദ ബേസസ് ഓഫ് വില്ലൈ? വിച്ച് ലെയർ ഫോംസ് ദ ക്രിബ്സ് ഇൻ ബിറ്റ്വീൻ ദ ബേസസ് ഓഫ് വില്ലൈ? ഓപ്ഷൻ എ, സെറോസ. ഓപ്ഷൻ ബി, മ്യൂക്കസ്. ഓപ്ഷൻ സി, മസ്കുലാരിസ് ലെയർ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഇതിലേതാണ്? ഓപ്ഷൻ ബി, മ്യൂക്കോസ ഇസ് ദ കറക്റ്റ് ആൻസർ. മ്യൂക്കോസയാണ് ഇൻറ്റസ്റ്റൈനിൽ വില്ലയുടെ ബേസസിൽ നമുക്ക് ക്രിബ്സ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാര്യം കൂടി മ്യൂക്കോസനെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇൻറ്റസ്റ്റൈനിൽ ഇവർ വില്ലയുടെ ബേസസിൽ ക്രിബ്സ് ഫോം ചെയ്യും. അതുപോലെ സ്റ്റൊമക്കിൽ ഇവരെന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഗ്ലാൻഡ് ഫോം ചെയ്യുന്നുണ്ട്. സ്റ്റൊമക്കിൽ ഇവർ ഗ്യാസ്ട്രിക് ഗ്ലാൻസുകൾ ഫോം ചെയ്യുന്നുണ്ട്. മ്യൂക്കോസ എന്ന് പറയുന്ന ലെയർ. ഗ്യാസ്ട്രിക് എന്ന് പറയുന്ന വേർഡ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സ്റ്റൊമക്ക്. സോ സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഫോം ചെയ്യുന്നതും മ്യൂക്കോസയാണ്. ഇൻറ്റസ്റ്റൈനിൽ വില്ലയുടെ ബേസിസിൽ ക്രിബ്സ് ഫോം ചെയ്യുന്നതും ആരാണ്? മ്യൂക്കോസയാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. മ്യൂക്കോസയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ക്രിബ്സ് ഇൻ ബിറ്റ്വീൻ ദ ബേസസ് ഓഫ് വില്ലൈ ഇൻ ദ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സിക്സ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? സലൈവ
Option A is produced by 2 pairs of salivary gland. Option B lack enzymes. Option C is produced by the salivary gland situated just outside the buccal cavity. Option D is highly alkaline. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ സലൈവനെ കുറിച്ചിട്ട് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ 2 പെയർ ഓഫ് സലൈവറി ഗ്ലാൻഡ്സ്. അങ്ങനെയാണോ? അല്ല. സലൈവ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ 3 പെയേഴ്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ്. ആരൊക്കെയാണ്? ഒന്നാമത്തത് പെരോട്ടിഡ്, പിന്നെ സബ് മാക്സിലറി ഓർ സബ് മാൻഡിബുലാർ, സബ്ലിംഗ്വൽ, ഇങ്ങനെ 3 പെയർ ഓഫ് സലൈവറി ഗ്ലാൻഡുകളാണ് നമുക്ക് പ്രസന്റ് ആയിട്ടുള്ളത്. നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് 2 പെയേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇറ്റ് ഇസ് റോങ്. സലൈവ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആക്ച്വലി 3 പെയർ ഓഫ് സലൈവറി ഗ്ലാൻഡ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എ ഇസ് റോങ്. ആൻഡ് ബി ഇറ്റ് ലാക്ക് എൻസൈം. അല്ല, സലൈവയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സലൈവറി അമൈലേസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇറ്റ്സ് എൻ എൻസൈം. അപ്പോൾ ലാക്ക് എൻസൈം, ദാറ്റ് ഇസ് ഓൾസോ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ഓപ്ഷൻ സി ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സലൈവറി ഗ്ലാൻഡ്സ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ ബക്കൽ ക്യാവിറ്റി. ആൻഡ് ഇവിടെ നമ്മൾ ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. Salivary glands are situated just outside the buccal cavity and they will secrete the saliva into the buccal cavity. And option C is the correct answer. Is produced by the salivary gland that is situated just outside the buccal cavity and it will secrete saliva into the buccal cavity. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ സലൈവനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. സലൈവ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ സലൈവറി 3 പെയേഴ്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ്, ദാറ്റ് ഇസ് പെരോട്ടിഡ്, സബ് മാക്സിലറി ഓർ സബ് മാൻഡിബുലാർ, സബ്ലിംഗ്വൽ, പിന്നെ എന്താണ് ഇറ്റ് പ്രസൻറ്റ് സലൈവറി അമൈലേസ് ഇസ് എൻ എൻസൈം. അതിൽ സലൈവയിൽ എൻസൈംസ് പ്രസൻറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സലൈവറി ഗ്ലാൻഡ്സ് ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ ബക്കൽ ക്യാവിറ്റി ആൻഡ് ദേ വിൽ സെക്രീറ്റ് സലൈവ ഇൻ ടു ദ ബക്കൽ ക്യാവിറ്റി. അപ്പോൾ അതാണ് 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ അല്ലേ? ആൻഡ് നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ is the characteristic feature of mammalian liver. Option B represent lymphatic chambers. Option C is a thin connective tissue sheath that covers each hepatic lobule. Option D both A and C. അപ്പോൾ ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ലിവറിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഹെപ്പാറ്റിക് ലൊബ്യൂൾസ്. ആ ഈച്ച് ഹെപ്പാറ്റിക് ലൊബ്യൂളുകളും ഇസ് കവേർഡ് ബൈ എ തിൻ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മമാലിയൻ ലിവർ. അപ്പോൾ ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആണ്. ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മമാലിയൻ ലിവർ. അത് കറക്റ്റ് ആണ്. ആൻഡ് ഓപ്ഷൻ ബി റെപ്രസെൻറ്റ്സ് ലിംഫാറ്റിക് ചേമ്പേഴ്സ്. അത് റോങ് ആണ്. ഓപ്ഷൻ സി ഇസ് എ തിൻ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് ദാറ്റ് കവേഴ്സ് ഈച്ച് ഹെപ്പാറ്റിക് ലൊബ്യൂൾ. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു, ലിവറിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഹെപ്പാറ്റിക് ലൊബ്യൂൾസ് എന്ന് പറയുന്നത്. ദാറ്റ് ഹെപ്പാറ്റിക് ലൊബ്യൂൾസിനെ കവർ ചെയ്യുന്ന തിൻ കണക്റ്റീവ് ടിഷ്യൂ ഷീത്തിനെയാണ് നമ്മൾ ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ബോത്ത് എ ആൻഡ് സി. അപ്പോൾ ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ പറയുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഹെപ്പാറ്റിക് ലൊബ്യൂൾസിൻ്റെ കാര്യം ഓർക്കുക. അതാണ് 7th ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് 8th ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്? നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ ഗോബ്ലെറ്റ് സെൽ സെക്രീറ്റ് പെപ്സിനോജൻ. ഓപ്ഷൻ ബി പെറൈറ്റൽ സെൽ സെക്രീറ്റ് HCl. ഓപ്ഷൻ സി അർജന്റിഫൈൻ സെൽ സെക്രീറ്റ് മ്യൂക്കസ്. ഓപ്ഷൻ ഡി ചീഫ് സെൽ സെക്രീറ്റ് ഗ്യാസ്ട്രിക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കണം, നമ്മൾ പറഞ്ഞു സ്റ്റൊമക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്ലാൻഡുകളെ നമ്മൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ന് പറയും. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൽ 3 ടൈപ്പ് ഓഫ് സെൽസുകൾ പ്രസൻ്റ് ആണ്. അതായത് ഗോബ്ലെറ്റ് സെൽസ്, ചീഫ് സെൽസ്, പെറൈറ്റൽ സെൽസ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് സെല്ലുകൾ നമുക്ക് എന്താണ് നമ്മുടെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൽ പ്രസൻ്റ് ആണ്. ഇതിൽ ഗോബ്ലെറ്റ് സെൽസ് വിൽ സെക്രീറ്റ് മ്യൂക്കസ്. ഗോബ്ലെറ്റ് സെൽസ് ആണ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത്. ചീഫ് സെൽസ് സെക്രീറ്റ് പെപ്സിനോജൻ
ആൻഡ് പെറൈറ്റൽ സെൽസ് സെക്രീറ്റ് HCl. ഇത് ഓർക്കാൻ പെറൈറ്റൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എൽ ഉണ്ട്, സോ HCl. പെറൈറ്റൽ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് HCl ആണ്. ചീഫ് സെൽസ് വിൽ സെക്രീറ്റ് പെപ്സിനോജൻ, ഗോബ്ലെറ്റ് സെൽസ് വിൽ സെക്രീറ്റ് മ്യൂക്കസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഗോബ്ലെറ്റ് സെൽസ് സെക്രീറ്റ് പെപ്സിനോജൻ എന്നാണ്. റോങ് ആണ്. ആൻഡ് ഓപ്ഷൻ ബി പെറൈറ്റൽ സെൽസ് സെക്രീറ്റ് HCl, ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ഓപ്ഷൻ സിയിൽ ഒരു അർജന്റിഫൈൻ സെൽസ് ഉണ്ട്. അത് നമ്മുടെ NCERTയിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, എന്നാലും ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ കാണുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് സെല്ലുകളാണ് അർജന്റിഫൈൻ സെൽസ്. ദേ വിൽ സെക്രീറ്റ് സെറോട്ടോണിൻ, ഹിസ്റ്റമിൻ, അതുപോലെയുള്ള കാര്യങ്ങളാണ് അർജന്റിഫൈൻ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് അത് ഓർത്തു പോവാം. അപ്പോൾ അതാണ് നമ്മളുടെ 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് മനസ്സിലായില്ലേ? നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. The food mixes thoroughly with the acidic gastric juice of the stomach by the churning movements of its muscular wall. What do we call the food then? And option A bolus, option B chyme, option C succus entericus, option D chylomicrons. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഫുഡ് വിച്ച് മിക്സസ് തറോലി വിത്ത് ദ അസിഡിക് ഗാസ്ട്രിക് ജ്യൂസ് ഓഫ് ദ സ്റ്റൊമക് ബൈ ഇറ്റ്സ് കേർണിംഗ് മൂവ്മെൻറ്റ്സ്. അതിനുശേഷം നമ്മൾ ആ ഫുഡിന് എന്താണ് പറയുക? ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ബോലസ്. എന്താണ് ബോലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സലൈവയുമായി മിക്സ് ചെയ്തിട്ടുള്ള ഫുഡിനെ മൗത്തിൽ വെച്ചിട്ട്, ഓറൽ ക്യാവിറ്റിയിൽ വെച്ചിട്ട് നമ്മൾ പറയുന്ന പേരാണ് ബോലസ് എന്നുള്ളത്. സ്റ്റൊമക്കിലെ ഗാസ്ട്രിക് ജ്യൂസസും അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫുഡിനെ നമ്മൾ കൈം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കൈം. മൂന്നാമത്തേത് സക്കസ് എൻറ്ററിക്കസ്. നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനെ പറയുന്ന പേരാണ് സക്കസ് എൻറ്ററിക്കസ്. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈലോമൈക്രോൺസ്. എന്താണ് കൈലോമൈക്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രോട്ടീൻ കോട്ടഡ് ആയിട്ടുള്ള സ്മോൾ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൈലോമൈക്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ദ ഫുഡ് മിക്സസ് തറോലി വിത്ത് അസിഡിക് ഗാസ്ട്രിക് ജ്യൂസ് ഓഫ് ദ സ്റ്റൊമക് ബൈ ദ ചേർണിംഗ് മൂവ്മെന്റ്സ് ഓഫ് ഇറ്റ്സ് മസ്കുലാർ വാൾ. ആ ഫുഡിനെ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഇസ് നോൺ ആസ് കൈം. So that's the 9th question. അപ്പോൾ ഓക്കെ അല്ലേ? നമുക്ക് 10th question നോക്കാം. 10th question. In humans, one of the constituents of the pancreatic juice which is poured into the duodenum is. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയേണ്ടത് പാൻക്രിയാറ്റിക് ജ്യൂസിൽ ആരൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഒരുപാട് പേരുണ്ട് പാൻക്രിയാറ്റിക് ജ്യൂസിൽ. ആരൊക്കെയാണ്? ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസസ്, അമൈലേസസ്, ലിപ്പേസസ്, ന്യൂക്ലിയേസസ്. ഇത്രയും ആളുകൾ നമുക്ക് എവിടെ? പെപ്റ്റിഡേസ്, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. ഇത്രയും ആളുകൾ നമുക്ക് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസിൽ പ്രസൻ്റ് ആണ്. ആരൊക്കെയാണ്? ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസസ്, അമൈലേസസ്, ലിപ്പേസസ്, ന്യൂക്ലിയേസസ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്ന ഓപ്ഷനിൽ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ട്രിപ്സിനോജൻ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ഹ്യൂമൻസ്, വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ പാൻക്രിയാറ്റിക് ജ്യൂസ് വിച്ച് ഇസ് പോർഡ് ഇൻ ടു ദ duodenum is. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ട്രിപ്സിനോജൻ. എല്ലാവരെയും നോക്കുക, കാരണം നെക്സ്റ്റ് പ്രാവശ്യം ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് വേറെ വെച്ചിട്ടായിരിക്കും നമ്മളോട് ചോദിക്കാം. പ്രോ കാർബോക്സി പെപ്റ്റിഡേസസ് ആവാം ചോദിക്കുന്നുണ്ടാവാം, അമൈലസസ് ആവാം. അപ്പോൾ എല്ലാവരെയും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 11th ക്വസ്റ്റ്യൻ പറയുന്നത്? ദ എൻസൈം enterokinase help in the conversion of. ഓപ്ഷൻ എ casinogen into casein, option B trypsinogen into trypsin, option C pepsinogen into pepsin, option D proteins into polypeptides. The enzyme enterokinase help in the conversion of, and the correct answer is option B, that is trypsinogen into trypsin. ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റുന്നതാണ് എൻസൈം enterokinase എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, പെപ്സിനോജൻ ഇൻറ്റു പെപ്സിൻ എന്ന ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാരാ ചെയ്യുന്നത്? ദാറ്റ് ഇസ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് പെപ്സിനോജനെ പെപ്സിനാക്കി മാറ്റുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, പെപ്സിൻ എന്ന് പറയുന്നത് സ്റ്റൊമക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടിയോലിറ്റിക് ആയിട്ടുള്ള എൻസൈമാണ് ആര്? പെപ്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഓർക്കുക. അപ്പോൾ enterokinases വിൽ കൺവേർട്ട് ട്രിപ്സിനോജൻ, ഇനാക്റ്റീവ് ട്രിപ്സിനോജൻ ഇൻറ്റു ട്രിപ്സിനാക്കി മാറ്റുന്നതാണ് enterokinase എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പെപ്സിനോജൻ ഇൻറ്റു പെപ്സിനാക്കി മാറ്റുന്നത് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതുപോലെ പെപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്കിലുള്ള ഒരു പ്രോട്ടിയോലിറ്റിക് എൻസൈം ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഓർക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് 12th ക്വസ്റ്റ്യൻ നോക്കാം. പെപ്സിൻ കൺവേർട്ട് പ്രോട്ടീൻസ് ഇൻറ്റു, ദാറ്റ് ഇസ് ഓപ്ഷൻ എ renin, option B proteoses and peptones,
ഓപ്ഷൻ സി അമിനോ ആസിഡ്സ്, ഓപ്ഷൻ ഡി ലിപ്പേസ്. പെപ്സിൻ ഈ പ്രോട്ടീൻസിനെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് correct answer is option B. Pepsin will convert proteoses into proteins into proteoses and peptones. പ്രോട്ടീൻസിനെ പ്രോട്ടിയോസസും പെപ്റ്റോൺസും ആക്കി മാറ്റുന്നതാണ് ആര്? പെപ്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ പെപ്സിൻ്റെ ഫംഗ്ഷൻ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. പെപ്സിൻ ഒരു എന്താ പറയുക പ്രോട്ടിയോലിറ്റിക് എൻസൈം ആണ്, സ്റ്റൊമക്കിലുള്ള പ്രോട്ടിയോലിറ്റിക് എൻസൈം ആണെന്ന് നമുക്ക് കിട്ടി. പെപ്സിനോജൻ, ഇനാക്റ്റീവ് പെപ്സിനോജനെ പെപ്സിനാക്കി മാറ്റുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് എന്നെന്ത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെപ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക, മനസ്സിലാക്കുക. അപ്പോൾ അതാണ് 12th question. And 13th question is anxiety and eating spicy food together in a normal human may lead to. ആൻസൈറ്റിയും അതുപോലെ ഈറ്റിംഗ് സ്പൈസി ഫുഡും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ് ഇൻ ടു എ കണ്ടീഷൻ ഇൻ ഹ്യൂമൻ. അതേതാണ്? ഓപ്ഷൻ എ ഇൻഡൈജഷൻ, ഓപ്ഷൻ ബി ജോണ്ടിസ്, ഓപ്ഷൻ സി ഡയറിയ, ഓപ്ഷൻ ഡി വോമിറ്റിംഗ്. അപ്പോൾ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ? ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇൻഡൈജഷൻ. ആൻസൈറ്റിയും അതുപോലെ നമ്മൾ സ്പൈസി ഫുഡ് ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഹ്യൂമൻസിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? ഇൻഡൈജഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇൻഡൈജഷൻ. അതുപോലെ ഇവിടെ എന്താണ്? ഓവർ ഈറ്റിങ്ങും ഇൻഅഡേക്വേറ്റ് ആയിട്ടുള്ള എൻസൈംസിന്റെ സെക്രീഷനും കൂടെ എന്താണ് ഇൻഡൈജഷന് കാരണമാകുന്ന മറ്റ് 2 റീസൺസുകളാണ്. അതും കൂടി നിങ്ങൾ ഓർക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? ഓവർ ഈറ്റിംഗ്, ഇൻഅഡേക്വേറ്റ് ആയിട്ടുള്ള എൻസൈം സെക്രീഷൻ, ഈറ്റിംഗ് സ്പൈസി ഫുഡ് ആൻഡ് ആൻസൈറ്റി ടുഗെദർ വിൽ ലീഡ് ഇൻ ടു എ കണ്ടീഷൻ ഇൻ ഹ്യൂമൻ ദാറ്റ് ഇസ് നോൺ ആസ് ഇൻഡൈജഷൻ. അപ്പോൾ അതാണ് നമ്മളുടെ 13th question എന്ന് പറയുന്നത്. And our 14th question is, എന്താണ് 14th question? Which of the following is not the function of large intestine? നമുക്ക് തന്നിട്ടുള്ളതിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, ഓപ്ഷൻ ബി ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ, ഓപ്ഷൻ സി സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ടു ലൂബ്രിക്കേറ്റ് ഫീക്കസ്, ഓപ്ഷൻ ഡി ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഫീക്കസ് ഇൻ റെക്റ്റം. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ അല്ലാത്ത ഫംഗ്ഷൻ? ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ. മെയിൻ ആയിട്ടുള്ള ഓർഗൻ ഫോർ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ ഈസ് അവർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് എന്ത്? പ്രിൻസിപ്പൽ ഓർഗൻ ഫോർ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ. അത് നിങ്ങൾ ഓർക്കുക. സോ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫംഗ്ഷൻ അല്ല എന്ത്? ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ. മറ്റ് പറഞ്ഞതൊക്കെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ടു ലൂബ്രിക്കേറ്റ് ഫീക്കസ്, അതുപോലെ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഫീക്കസ് ഇൻ റെക്റ്റം, അതൊക്കെ എന്താണ്? നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. ബട്ട് അത് ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ എന്നുള്ളതിൻ്റെ പ്രിൻസിപ്പൽ organ for nutrient absorption is small intestine. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 15th question എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. 15th question is which of the following is correct regarding jaundice? ജോണ്ടിസിനെ കുറിച്ച് തന്നിട്ടുള്ളവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ സ്കിൻ ഹാസ് യെല്ലോ കളർ, skin will turns yellow, skin turns yellow. Option B eye turn yellow, option C liver get affected, and option D all of this. ഏതാണ്? ഓൾ ഓഫ് ദിസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതെല്ലാം ജോണ്ടിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ദാറ്റ് അവർ സ്കിൻ വിൽ ടേൺസ് യെല്ലോ, ഐ വിൽ ടേൺസ് യെല്ലോ ആൻഡ് അവർ ലിവർ വിൽ ബി എഫക്റ്റഡ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമുക്കറിയാം ജോണ്ടിസിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ബൈൽ പിഗ്മെന്റ്സ്. ബൈൽ പിഗ്മെന്റുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ജോണ്ടിസ് എന്ന് പറയുന്ന ഡിസീസ് നമുക്ക് ഉണ്ടാവുന്നത്. ഏതൊക്കെയാണ് ബൈൽ പിഗ്മെന്റുകൾ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിലിറൂബിനും ബിലിവേർഡിനും. അതും കൂടെ നിങ്ങൾ ഓർക്കുക, ബിലിറൂബിൻ ആൻഡ് ബിലിവേർഡിൻ. അത്തരത്തിലുള്ള ബൈൽ പിഗ്മെന്റിന്റെ ഡെപ്പോസിഷൻ കാരണമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ജോണ്ടിസ് ഉണ്ടാവുന്നത്. ആൻഡ് ജോണ്ടിസ് വിൽ ടേൺസ് അവർ സ്കിൻ ഇൻ ടു യെല്ലോ, ഐ ഇൻ ടു യെല്ലോ ആൻഡ് അവർ ലിവർ വിൽ ബി എഫക്റ്റഡ്. ഓക്കെ, അപ്പോൾ അതാണ് 15th question. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഫിസിയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷനുകളും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു കുഞ്ഞു സമ്മറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ 2 പ്രാവശ്യം കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടെ മെമ്മറൈസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, NCERT ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് എന്താണോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 15 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് അവർ വീഡിയോ.